ഹായ്, ജസ്റ്റ് ഒരു DIY പ്രൊജക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം ഇനി ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോഴത്തേന് ഈ സ്പെസിഫിക് കാര്യത്തിന് വേണ്ടി പ്രത്യേകിച്ച് വീഡിയോസൊന്നും കണ്ടില്ല. സോ ഐ തോട്ട് ലൈക്ക് വൈ നോട്ട് മേക്ക് വൺ, ആർക്കെല്ലാം ഹെൽപ്ഫുൾ ആയിട്ടെന്ന് വിചാരിച്ചു. സോ വീഡിയോ ബേസിക്കലി ഇത്രേ ഉള്ളൂ. ഇത് W204C ക്ലാസ്സിൻ്റെ സ്ക്രീനാണ്. ആ സ്ക്രീനിൽ ബേസിക്കലി പോളറൈസിങ് ഫിലിം ഇളകി വന്നിട്ടുണ്ട്. ഇഫ് യു ക്യാൻ സി ആ പോളറൈസിങ് ഫിലിം എങ്ങനെ റീപ്ലേസ് ചെയ്യാം, അതാണ് വീഡിയോ. ഓക്കെ, സോ റെസ്യൂം ചെയ്യാം. ഐ എം ഓൾസോ ഡൂയിങ് ദിസ് ഫോർ ദ ഫസ്റ്റ് ടൈം, സോ ഐ മൈറ്റ് പോസ് ദ വീഡിയോ സംടൈംസ്. സോ ഹിയർ ചെയ്യേണ്ടത് ഈ രണ്ട് ക്ലിപ്പുകളുണ്ട്. യു ക്യാൻ സി ദിസ് ക്ലിപ്പ്. സോ ഇവിടെ പുഷ് ചെയ്തിട്ട് ഇത് മേലോട്ട് ഇതുപോലെ പൊക്കാൻ പറ്റും. അങ്ങനെ രണ്ട് സൈഡിലെയും ക്ലിപ്പുകൾ പൊക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് ദിസ് യൂണിറ്റ് ഔട്ട് ഓഫ് ദിസ് ബോഡി. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു ഡു ദാറ്റ് ആൻഡ് ഐ വിൽ റെസ്യൂം ദ വീഡിയോ. ഓക്കെ, നൗ ഈ രണ്ട് ക്ലിപ്പും ഞാൻ ഇളക്കിയിട്ടുണ്ട്. അപ്പം ഇതിങ്ങനെ മേലോട്ട് എടുക്കാൻ പറ്റും. നെക്സ്റ്റ് തിങ് ഞാൻ ചെയ്യുന്നത് ഈ ഒരു സ്വിച്ച് ഇവിടുന്ന് മാറ്റി ദെൻ ദിസ് ഇസ് ഇറ്റ്. ഈ ബോഡിയിൽ നിന്ന് ഇത് അഴിച്ചെടുക്കാൻ പറ്റി. ഓക്കെ, സോ ദിസ് ഈസ് ദ ഡാമേജ് സ്ക്രീൻ. ഓക്കെ, നെക്സ്റ്റ് ചെയ്യേണ്ടത് ഈ ഫ്രണ്ട് വെസൽ ഇതിൽ നിന്ന് അഴിച്ചെടുക്കുക എന്നുള്ളതാണ്. സോ ഫോർ ദാറ്റ് 1 2 3 4 സ്ക്രൂസ് ഉണ്ട്. ആ സ്ക്രൂസ് അഴിച്ചു കഴിഞ്ഞാൽ രണ്ട് ചെറിയ ക്ലിപ്സും ഉണ്ട് സൈഡിൽ. ആ ക്ലിപ്സ് അഴിച്ചു കഴിഞ്ഞാൽ ദിസ് ഷുഡ് കം അപ്പാർട്ട്. സോ ലെറ്റ് മീ അൺഡു ദാറ്റ് ആൻഡ് വിൽ റെസ്യൂം ദ വീഡിയോ. ഓക്കെ, സോ removing the screws were pretty difficult. Like I even almost stripped one screw. But anyway, 15-year-old car alle. So yeah, so that's it. So if I almost removed this clip, I am removing this clip as well. Just pull this back and I just have the screen now. Okay, that's also removed. Okay, then I'll show you how to remove the excess like എന്താ ഈ ഇതിലുള്ള എല്ലാ പ്ലാസ്റ്റിക്കും എങ്ങനെ റിമൂവ് ചെയ്യുന്നത് ഞാനിപ്പം കാണിച്ചു തരാം. Okay, I hope the video quality is okay. I'm shooting this in my phone. So yeah, so next step എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു റേസർ ബ്ലേഡ്. ഇതുപോലെ ഇങ്ങനെ സ്ക്രേപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള റേസർ ബ്ലേഡാണ്. ഓക്കെ, ഇതും പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് 3M ഒരു ജനറൽ പർപ്പസ് അഡ്യൂസീവ് ക്ലീനർ. സോ ഈ രണ്ട് സാധനം കൊണ്ടാണ് ആക്ച്വലി ഇത് ഫുള്ള് റിമൂവ് ചെയ്യാൻ പോകുന്നത്, ഈ ബാക്കിയുള്ള പ്ലാസ്റ്റിക്. സോ ഭയങ്കര സിമ്പിളാണ് ബേസിക്കലി. ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കാണുമ്പോൾ നമുക്ക് ഇച്ചിരി സീനാണെന്ന് തോന്നുമെങ്കിലും സോ ബേസിക്കലി ഇങ്ങനെയാണ് ഇത് റിമൂവ് ചെയ്യേണ്ടത്. യു ക്യാൻ സീ ഇങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്. സോ what you have to do is you have to remove all this film and then reapply a new film. This is the polarizing film that we need to replace it with. So അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഈ പോളറൈസിങ് ഫിലിം കട്ട് ചെയ്യുന്നതിന് മുമ്പും പേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പും. കാര്യങ്ങൾ അത് ഞാൻ ഒരു നെക്സ്റ്റ് സെക്ഷനിൽ സെപ്പറേറ്റ് പറയാം. അത് ഞാനിപ്പോൾ എന്തായാലും ഈ ഫിലിം കറൻ്റ്ലി ഇതിലുള്ള ഫിലിം ഫുള്ള് റിമൂവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇത് റിമൂവ് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് റിമൂവ് ചെയ്യുന്നതിൻ്റെ ഒരു സോ ഇങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇറ്റ്സ് ഡിഫിക്കൽട്ടാണ്, ബട്ട് സ്ലോലി
LCDയുടെ കണക്ഷൻസ് എങ്ങും കട്ടാകത്തില്ല എന്ന് ഉറപ്പിച്ച് പതുക്കെ റിമൂവ് ചെയ്യുക. ഓക്കെ സോ ഞാൻ ആ പോളറൈസിങ് ഫിലിം ഫുൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലുള്ളത് ആ ഗ്ലൂ ആണ്. ഗ്ലൂ ഏർലിയർ ഞാൻ കാണിച്ച പോലെ ആ സ്പ്രേ വെച്ചോ അല്ലെങ്കിൽ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ വെച്ചോ ആണ് ഇത് റിമൂവ് ചെയ്യേണ്ടത്. ഓക്കെ സോ ഐ വിൽ ഗോ അഹെഡ് ആൻഡ് സ്റ്റാർട്ട് ദാറ്റ്. സോ ഞാൻ ആ സ്പ്രേ ജസ്റ്റ് ഇതിലോട്ട് അടിച്ചിട്ടുണ്ട് കുറച്ച്. സോ അത് കഴിഞ്ഞ് ഞാൻ ഈ സ്ക്രേപ്പർ വെച്ച് സ്ക്രേപ്പ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും ആ ഗ്ലൂ പതുക്കെ റിമൂവ് ആയി വരുന്നത്. കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നും, കുറച്ച് കോംപ്ലിക്കേറ്റഡുമാണ്, പക്ഷേ ഇറ്റ്സ് ഡൂവബിൾ. കംപ്ലീറ്റ്ലി ഗ്ലൂ എല്ലാം റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആയി. സ്ക്രാച്ചസ് ഒന്നും വീണിട്ടില്ല സ്ക്രീനിൽ കണ്ടിട്ട്. സോ ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇനിയാണ് നമ്മൾ പോളറൈസിങ് ഫിലിം ഒട്ടിക്കാൻ പോകുന്നത്. ഓക്കെ, പോളറൈസിങ് ഫിലിം എങ്ങനെ ഒട്ടിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഒത്തിരി വീഡിയോസ് യൂട്യൂബിലുണ്ട്. സോ ജസ്റ്റ് ഞാൻ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല ഇതിൽ. സോ ബേസിക്കലി ഒന്നുമില്ല, ഇതിൻ്റെ പുറകിലൊരു ചെറിയൊരു ഫിലിം ഉണ്ട്, അതിലേക്ക് കഴിഞ്ഞാൽ അതിൽ ഗ്ലൂ ഉണ്ട്. സോ അത് ഇതിലേക്ക് ഒട്ടിക്കുക, എന്നിട്ട് വേണ്ട സൈസിൽ കട്ട് ചെയ്തെടുക്കുക. അത് മാത്രമേ ഉള്ളൂ ചെയ്യേണ്ടത്. അതിൽ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇത് നമുക്ക് ചുമ്മാ ഇങ്ങനെ എടുത്ത് അങ്ങ് ഒട്ടിക്കാൻ പറ്റത്തില്ല. ഈ പോളറൈസിങ് ഫിലിമിനൊരു ആംഗിളുണ്ട്. അത് ചില ആംഗിളിൽ വെച്ചാൽ മാത്രമേ ആ സ്ക്രീനിൽ ക്ലിയർ ആയിട്ട് എന്താണ് കാണിക്കുന്നതെന്ന് കാണാൻ പറ്റത്തുള്ളൂ. സോ അതിനു വേണ്ടി ഇത് കാറിലിരിക്കുമ്പോൾ തന്നെ നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കണം. ഈ പോളറൈസിങ് ഫിലിം ഒട്ടിക്കേണ്ട ആംഗിൾ കണ്ടുപിടിക്കണം. ഓക്കെ, അത് ഞാൻ ഓൾറെഡി എൻ്റെ ആംഗിൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിൽ കാണാവുന്ന തരത്തിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു ആരോ അപ്പ് ആരോ, പിന്നെ ഇതാണ് ലെവൽ എന്ന് പറഞ്ഞത്. അതായത് എൻ്റെ സ്ക്രീൻ ഇങ്ങനെയാണ് ഒട്ടിക്കേണ്ടത്, ഈ ഒരു ആംഗിളിലാണ് ഒട്ടിക്കേണ്ടത്, എന്നാലേ എനിക്ക് അതിലെ ഡീറ്റെയിൽസൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. സോ ഞാൻ അങ്ങനെയാണ് കറൻ്റ് ഒട്ടിക്കാൻ പോകുന്നത്. ഒട്ടിച്ച് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം. പിന്നെ സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇത് ഒട്ടിക്കുന്നത് നോർമലി നമ്മൾ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കുന്ന പോലെ തന്നെയാണ്. ഇത് അടിയിലത്തെ ആ ലെയർ ഇളക്കി കളയുക, എന്നിട്ടൊരു സ്ക്വീജി വെച്ച് നമ്മളിത് പ്രസ് ചെയ്ത് ഒട്ടിക്കുക. ദെൻ നോർമലി വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അതിൻ്റെ ഫ്രണ്ടിലൊരു ലെയർ കാണും, അത് ഇളക്കി കളയുക. ദാറ്റ്സ് ഇറ്റ്. ബബിൾസ് വരാതെ നോക്കണം. ബബിൾസ് വന്നു കഴിഞ്ഞാൽ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഞാനൊരു 2-3 തവണ ഇളക്കി ഒട്ടിച്ചു. റീസൺ ബീയിങ് എനിക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടുന്ന വരെ ഞാൻ 1-2 പ്രാവശ്യമായിട്ട് ട്രൈ ചെയ്തു. മറ്റേ ഇളക്കുന്ന പോലെ ബുദ്ധിമുട്ടില്ല രണ്ടാമത്തെ ന്യൂലി ഒട്ടിച്ച് ഇളക്കാനായിട്ട്. സോ അത്ര ടൈം എടുത്തില്ല. ഇപ്പം ഞാൻ ഒട്ടിച്ചിട്ട് ഏകദേശം നല്ല പെർഫെക്ഷൻ വന്നിട്ടുണ്ട് കറൻ്റ്ലി. തിരിച്ച് ഫുൾ അസംബിൾ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കുമായിരുന്നു. സോ ഇറ്റ്സ് വർക്കിംഗ്. ഓക്കെ, സോ റെസ്റ്റ് ഈസ് പ്രെറ്റി മച്ച് സിമ്പിൾ. സോ സിമ്പിൾ. ഇത് രണ്ടാമത് ചെയ്യേണ്ടതാണ്. ആദ്യം ചെയ്യേണ്ടത് ഈ ഫ്രണ്ട് ഫേസ് പ്ലേറ്റ് കണക്ട് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഫേസ് പ്ലേറ്റ് ഞാൻ ജസ്റ്റ് പ്രസ് ചെയ്തിട്ടു. ഇനി 4 സ്ക്രൂസ് സ്ക്രൂ ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ 4 സ്ക്രൂസും ജസ്റ്റ് സ്ക്രൂ ചെയ്യണം. അത്യാവശ്യം ടൈറ്റായിരുന്നു അഴിക്കാൻ നേരം. സോ ഞാൻ ബാക്ക് ടു സെയിം ഇച്ചിരി ടൈറ്റ് ചെയ്ത് തന്നെ വെക്കുകയാണ്. Okay, so that's done. Once again just giving it a wipe. So next case like ഇത് പുഷ് ചെയ്തിട്ടാണ് വേണ്ടത്. So this is the case and the orientation would be like this. Yes, so orientation ഇങ്ങനെയാണ്. Hopefully you can see. I'm not sure, and camera is in a weird angle I guess, but so ഒരു ചെറിയ ചാനലുണ്ട്, അത് പോയി ഫിറ്റ് ആകാനായിട്ട്. സോ
സോ അത് ഫിറ്റ് ആകുന്ന പോലെ ഞാൻ പ്രസ് ചെയ്ത് ഇടുകയാണ്. ബേസിക്കലി ദാറ്റ്സ് ഇറ്റ്. ജസ്റ്റ് സ്ലോട്ടിൽ വീണ് ഓട്ടോമാറ്റിക്കലി. ഞാൻ പറഞ്ഞില്ലേ ആദ്യം വീഡിയോയിൽ പറഞ്ഞ പോലെ 2 ക്ലിപ്പ് കൊണ്ട് ആ ക്ലിപ്പിലേക്കാണ് ഇത് സ്ലോട്ടായി വീഴുന്നത്. ഓക്കെ, ദെൻ ഇവിടെ പഴയ ഇത് തിരിച്ചതുപോലെ തന്നെ വെച്ചു. സോ വി ആർ ഡൺ. സോ സ്ക്രീൻ ഈസ് ഫുള്ളി അസംബിൾഡ് ആൻഡ് റിപ്പയർഡ്. സോ പിന്നെ ഇതിനെയും തിരിച്ച് ഫിറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അത് കമ്പാരിറ്റീവ്ലി ഈസിയാണ്. അത് അഴിക്കാനും തിരിച്ച് ഫിറ്റ് ചെയ്യാനും ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. സോ ഐ എം നോട്ട് ഗോയിങ് ടു ഷോ ദാറ്റ്. ഓക്കെ, താങ്ക് യു.